പരുന്തുംപാറയിലെ കയ്യേറ്റ ഭൂമി CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് സന്ദർശിക്കുന്നു. ജെയിനിസ് രാജു ചേരുന്നുണ്ട്. ജെയിന, CPM വളരെ ശക്തമായിട്ടാണ് ഇന്നലെ പ്രതികരിച്ചത്. പല കയ്യേറ്റങ്ങൾക്ക് പിന്നിലും റവന്യൂ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയുണ്ടെന്നുള്ള ആരോപണവും അവർ ഉന്നയിച്ചിരുന്നു. എന്താണ് CPM നേതാക്കൾ പറയുന്നത്? ഇതിൽ ഇത് കാണാൻ സാറേ, ഇതൊന്ന് വായിച്ച് കേൾക്കണം ശരിക്കും. ചട്ടം 1964 ചട്ടം 11ഉം 12ഉം പ്രകാരം ജില്ലാ കളക്ടർ വരെയുള്ള റവന്യൂ അധികാരികൾ ശരിയായ അന്വേഷണം നടത്തി യാതൊരു തെറ്റും കൂടാതെ വസ്തു പതിച്ച് നൽകേണ്ടതായ നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് എന്ന് വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്ന സജിത് ജോസഫ് എന്ന സുവിശേഷകന്റെ ഈ കെട്ടിടത്തിന് സമീപത്താണ്. അവിടെയുള്ള രേഖകൾ ഉൾപ്പെടെ ഈ കെട്ടിട ഉടമകൾ, ഈ സ്ഥലത്തിൻ്റെ ഉടമകൾ, സ്ഥലം കൈവശം വയ്ക്കുന്ന ആളുകൾ അവരെ കാണിക്കുകയാണ്. ഈ എല്ലാവിധ രേഖകളും ഉണ്ട് എന്നുള്ളതാണ് അവർ അവകാശപ്പെടുന്നത്. അതനുസരിച്ച് ആ രേഖകൾ CPMന്റെ നേതാക്കളെ കാണിക്കുക ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, ഇതിനും ഏതാണ്ട് 37 ഇടങ്ങളിലെ കയ്യേറ്റങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. റവന്യൂ വകുപ്പ് കണ്ടെത്തി ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ആ സ്ഥലങ്ങളിലെല്ലാം, പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം സന്ദർശനം നടത്തും എന്നുള്ളതാണ് CPM സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അതനുസരിച്ചിട്ടുള്ള യാത്രയിലാണ് ഇപ്പോൾ അവരുള്ളത്. എന്തായാലും CPM ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവരെ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കുകയാണ്. അതിനുശേഷം അവരുടെ പ്രതികരണം നമുക്ക് ലഭ്യമാകുന്നതാണ്. CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഈ കയ്യേറ്റ മേഖല സന്ദർശിക്കുകയാണ്. മാർഷൽ, ഇപ്പോൾ ഒരു പ്രത്യേകത ഉണ്ടെന്ന് സാറിന് ഇടുക്കിയിലെ കയ്യേറ്റങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയൊക്കെ നൽകുമ്പോൾ അവിടുത്തെ CPM നേതാക്കളാണ് അതിനെതിരെ ശക്തമായി. ഇപ്പോൾ S. രാജേന്ദ്രൻ, MM മണിയൊക്കെ നേരത്തെ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് അങ്ങനെയല്ല കാര്യങ്ങളെന്ന് വിശദീകരിച്ച് ന്യായീകരിച്ച് പല ഘട്ടങ്ങളിൽ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ CPM അവിടെ കയ്യേറ്റമാണ് എന്ന നിലപാട് സ്വീകരിക്കുകയും സംസാരിക്കുന്നു.